കഴിഞ്ഞ 15 ദിവസത്തിനകം മോറിസ് സെർലോയുടെ ഒരു കത്ത് എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ അദ്ദേഹം കത്തയക്കാറുണ്ട്, വളരെ അക്യുറേറ്റായിട്ട് അദ്ദേഹം കത്തയക്കാറുണ്ട്. അങ്ങനെ ഒരു കത്ത് വന്നിരുന്നു. ആ കത്തിനകത്ത് ആഗോള വ്യാപകമായി ഒരു ഫൈനാൻഷ്യൽ റിസസ് നടക്കാൻ പോകുകയാണ്, സാമ്പത്തികമായ ഒരു പ്രതിസന്ധി നടക്കാൻ പോകുകയാണ്, ഒരു എക്കണോമിക്കൽ ക്രാക്ക് ഡൗൺ ഉണ്ടാകാൻ പോകുകയാണ്, നിങ്ങളെയും ബാധിക്കും, അതുകൊണ്ട് ഗൗരവമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്ത് എനിക്ക് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസമാണോ അന്ന് വൈകിട്ടാണോ ജെറ്റ് എയർവേസ് കമ്പനിയിൽ നിന്ന് 800 പേരെ പിരിച്ചുവിട്ടു. പല എയർലൈൻസിൽ ഈ പ്രശ്നമുണ്ട്. 800 എണ്ണത്തെ ഒറ്റ ദിവസം പിരിച്ചുവിട്ടു. സോഫ്റ്റ്വെയറിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരിൽ ചിലർ പറഞ്ഞത്, രാവിലെ പതിവ് പോലെ ഓഫീസിൽ ചെന്ന് കമ്പ്യൂട്ടറിൽ അവരുടെ പാസ്വേഡ് ഇട്ടപ്പോൾ പാസ്വേഡ് എടുക്കത്തില്ല. എന്നാണെന്നറിയത്തില്ല. സീനിയർ മാനേജറെ വിളിച്ച് ചോദിച്ചോ, പറഞ്ഞു പാസ്വേഡ് എടുക്കുന്നില്ലെങ്കിൽ നിൻ്റെ ജോലി തീർന്നത്, ദാറ്റ്സ് ഇറ്റ്. കാര്യം 1000 ശിഷ്ടം ആളിനെ പിരിച്ചു വിട്ടിട്ടുണ്ട്, നീ ആ കൂട്ടത്തിൽ കാണും, അതുകൊണ്ടാണ് പാസ്വേഡ് എടുക്കാതെ വീട്ടിൽ പോകാം. നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ 1 മാസത്തെ സാലറി അഡ്വാൻസ് കൊടുത്തേച്ച് പൊക്കോളാൻ പറഞ്ഞവരുണ്ട്. അടുത്തൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ തമിഴ് സെക്ഷനിൽ നിന്ന് ഒരാൾ വിളിച്ചേച്ച് പറഞ്ഞു, ഇവിടുത്തെ അഗ്രോ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്നയാളാണ്, കമ്പനി പൂട്ടണോ വേണ്ടായോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി കമ്മിറ്റി കൂടിയിരിക്കുകയാണ്, അതിൻ്റെ അതോറിറ്റീസ് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, പാസ്റ്ററെ പ്രത്യേകം പ്രാർത്ഥിച്ചോണേ. എൻ്റെ അടുത്ത് എഴുത്ത് കിട്ടിയ ഒരു 5 ദിവസത്തിനകം നടന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ജെറ്റ് എയർവേസിൽ നിന്ന് പിരിച്ചു വിട്ടവരെ തിരിച്ചെടുത്തു എന്ന് ഞാൻ കേട്ടു, സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടതുകൊണ്ട്. വാട്ടവർ, ഈ പട്ടണം പ്രതിസന്ധിയിലൂടെ പോകും. പക്ഷെ ദൈവസഭയ്ക്ക് അതിനകത്തുനിന്നൊരു വിടുതൽ വേണം, സഭയ്ക്ക് അതിനകത്തുനിന്നൊരു കാവൽ വേണം. ഇത് ആയിരുന്നു ഇതിൻ്റെ മോട്ടീവ്, ഈ എടുത്തു പറയുന്നതിൻ്റെ. ഞാനും ചിന്നമ്മയും കൂടെ കേരളത്തിലോട്ട് പോകുമ്പോൾ കുറച്ച് സമയം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണയാൽ ഫ്രീ ആയിട്ട് കിട്ടി. ആ കിട്ടിയ സമയത്ത് ഞാൻ ഒരു പഴയ മെസ്സേജ്, പണ്ട് എടുത്തതും കേട്ടതും ഒന്നുകൂടെ ഒന്ന് തിരിച്ചു കേട്ടു. അതിനകത്തെ ചില ആശയങ്ങൾ ഞാൻ ഈ ചർച്ചിൽ തൊട്ടിട്ടുണ്ട്. ആ ആശയങ്ങൾ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി. ഒത്തിരി പ്രാവശ്യം തിരുവചനത്തിൽ നിന്ന് വായിച്ചിട്ടുള്ള ഒരു വാക്യത്തിൻ്റെ ഒരു പ്രായോഗികമായ ആപ്ലിക്കേഷൻ, ഫിലിപ്പ് ലേഖനം 2:9 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കണ്ട, പിന്നെ വായിച്ചോളാം. അതിൻ്റെ പ്രായോഗികമായ ആപ്ലിക്കേഷൻ ദൈവസഭയ്ക്ക് ആവശ്യമാണ് എന്നൊരു ബോധം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നു. ഫിലിപ്പ് ലേഖനം 2:9. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ദൈവമാണിത് ചെയ്തത്, അഥവാ പിതാവാണിത് ചെയ്തത്. അവിടെ ദൈവമെന്ന് അർത്ഥമാക്കുന്നത് എലോഹീം, പിതാവായ ദൈവം, സൃഷ്ടാവായ ദൈവം, സകലത്തിൻ്റെയും പരമാധികാരിയായ ദൈവം. യേശു ദൈവമല്ലെന്നല്ല, സർവത്തിൻ്റെയും പരമാധികാരി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ദൈവമായ ക്രിസ്തുവിനെ സകല നാമത്തിനും മീതെ ഉയർത്തി. അതുകൊണ്ട് യേശുവിൻ്റെ നാമം സകല നാമത്തിനും മീതെയുള്ള നാമമാണ്. 1-ാം ഭാഗം. 2-ാമത്തെ ഭാഗം താവട്ട് വായിച്ചാട്ടെ. മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. ഈ സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് താഴെയുള്ള നാമം വഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് വലിയ നാമവും ചെറിയ നാമവുമുണ്ട്. ഈ ചർച്ചിൽ സ്റ്റാറ്റസിൽ വലിയ ഉയർന്നവരുണ്ട്, താഴ്ന്നവരുണ്ട്, വ്യത്യസ്ത നിലകളിലുള്ളവരുണ്ട്. സകല നാമത്തിനും മീതെ, ഉന്നതന്മാർക്ക് മീതെ ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനുമുണ്ട്. സകല നാമത്തിനും മീതെയുള്ള അത്യുന്നതൻ്റെ നാമം, ആ നാമത്തിൻ്റെ മുമ്പിൽ അത് മീതെയാണെന്ന് മാത്രമല്ല, 2-ാം ഭാഗം ബാക്കിയുള്ള സകല മുഴങ്കാലും മടങ്ങിയിരിക്കും. അത് സ്വർലോകത്തിലുള്ളതാകട്ടെ, ഭൂലോകത്തിലുള്ളതാകട്ടെ, അധോലോകത്തിലുള്ളതാകട്ടെ, സകല മുഴങ്കാലും ഈ നാമത്തിൻ്റെ മുമ്പിൽ വണങ്ങിയിരിക്കും. ഇതായിരിക്കും നമ്മൾ അന്തിമമായി തെളിയിക്കാൻ പോകുന്ന കാര്യം. പഴയ നിയമം മുതൽ ഉദാഹരണവും തിരുസഭയുടെ ചരിത്രവും നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഈ സഭയുടെ ആരംഭത്തിങ്കിൽ ഞാനിവിടെ വരുന്ന കാലഘട്ടത്തിൽ 1983 ഡിസംബർ മാസം 31-ാം തീയതി രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ ആദ്യമേൽപ്പിച്ച ദൈവിക ആലോചനയാണ്, മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറ. അലറുന്ന ചെങ്കടലിൻ്റെ മുമ്പിൽ എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതെ അരമനസ്സോടുകൂടെ ഇറങ്ങിത്തിരിച്ചവർ ആകെ പതറി. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരണമെന്ന് പലർക്കും ചിന്തയില്ലായിരുന്നു. എല്ലാവരും പോകുന്നത് കൊണ്ട് കൂട്ടത്തിൽ പോകുന്ന കുറച്ച് പേരുണ്ട്.
ഇവിടെ നിന്നാൽ രക്ഷയില്ല, മിസ്രയീമ്യർ ഇനി ഞങ്ങളെ കണ്ട തല്ലിക്കൊല്ലുമെന്നതുകൊണ്ട് ജീവിതത്തിന് നിലനിൽപ്പില്ലാതെ പോയവർ കുറേ പേരുണ്ട്. മിസ്രയീമിലെ വേലയെ അങ്ങ് ഇഷ്ടപ്പെട്ട് ആ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ അവിടെ നിന്നവർ കുറേ പേരുണ്ട്. ഇവിടുത്തെ കുമ്മട്ടിക്കായും ഇറച്ചിയും തിന്ന് വയറു നിറഞ്ഞവർ ഇവിടെ തന്നെ നിന്ന് തിന്നണം എന്ന് അഭിപ്രായപ്പെട്ടവർ വരാൻ വിസമ്മതിച്ചവരുണ്ട്. തങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് കരുതിയിട്ട് മാനുഷികമായ കണക്കുകൂട്ടലിൽ അബദ്ധമാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ മോശയുടെ വാക്കിൻ്റെ മുമ്പിൽ എടുത്തു ചാടിയ കുറേ പേരുണ്ട്. സമ്മിശ്ര ജനം ഒരുമിച്ചിറങ്ങി. ചെങ്കടലിൻ്റെ തീരത്ത് വൻ പ്രതിസന്ധിയുടെ മുമ്പിൽ സമ്മിശ്ര ജനത്തിൻ്റെ എല്ലാത്തിൻ്റെയും ചിന്ത കലങ്ങി. മടങ്ങിപ്പോകാം എന്നവർ താല്പര്യപ്പെട്ടു. ഇനി മുന്നോട്ട് വന്ന് നോക്കിയാലും വഴിയില്ല എന്നവർ മനസ്സിലാക്കി. ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം മോശയ്ക്ക് ലഭിച്ചതാണ്, മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറ. എൻ്റെ ദൈവത്തിന് ഒരിക്കലും പുറകോട്ട് പോകുക എന്നൊരു പദമില്ല. പതുക്കെ നിൽക്കെന്ന് പറയാറുണ്ട്, സമയമായില്ലെന്ന് പറയാറുണ്ട്. എന്നാൽ വിളിച്ചിറക്കിയത് മുൻപോട്ട് പോകാനാണ്. ആരും പുറകോട്ട് പോകാൻ ചിന്തിക്കരുത്. അത് ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല. മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറ. വിളിച്ചിറക്കിയ ദൈവം. 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ, 14:19. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. നിൽക്കട്ടെ, ചെങ്കടലിലേക്ക് ജനം ഇറങ്ങിക്കഴിഞ്ഞതോടുകൂടെ പുറകിൽ നിന്ന് ശത്രു വരുന്നുവെന്നവർ അറിഞ്ഞ ശേഷം മുൻപിൽ നടന്ന ദൈവസാന്നിധ്യം പിൻപിലേക്ക് മാറി. ചെങ്കടലിലേക്ക് ഇറങ്ങുന്ന ആരംഭ സമയം ദൈവസാന്നിധ്യം മുമ്പിലും ജനം പിൻപിലും നടക്കുകയായിരുന്നു. ചെറിയ കുഞ്ഞും ഓടിയേ പറ്റൂ, കാര്യം ദൈവസാന്നിധ്യത്തിൻ്റെ കൂടെ പോകണം. മുൻപിൽ അഗ്നിയുടെ തൂണ്, മേഘത്തിൻ്റെ തൂണ്. ആ തൂണ് ഏതു വേഗതയിൽ യാത്ര ചെയ്യുമോ ആ വേഗതയിൽ പുറകെ പോകുന്ന ജനം പോകണമായിരുന്നു. പ്രതിസന്ധികൾ വലുതായി ഉയരുന്നത് വരെ രണ്ട് ഭാഗത്തും മാറി വിരിഞ്ഞു നിൽക്കുന്നതായ സമുദ്രത്തിൻ്റെ നടുവിലൂടെ ജനമിറങ്ങി നടക്കുമ്പോൾ അവരുടെ സ്പീഡ് തീരുമാനിച്ചത് ദൈവമാണ്. അവരുടെ മീതെ മേഘത്തിൻ്റെ കാവലുണ്ട്, അവരുടെ മുമ്പിൽ ചലിക്കുന്ന മേഘമുണ്ട്. ആ മേഘം എന്ത് വേഗത്തിൽ പോകും ആ വേഗത്തിൽ അവരും പോകണം. മേഘത്തിന് വേഗത കൂടുമ്പോൾ പിള്ളേർ ഓടണം. മേഘത്തിൻ്റെ വേഗത കുറയുമ്പോൾ പ്രായമുള്ളവരും പതുക്കെ നിൽക്കണം. മേഘത്തിൻ്റെ വേഗതയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് പിമ്പിൽ നിന്നും മിസ്രയീമ്യ സൈന്യം വരുന്നു. അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് പ്രശ്നം മാറി. തമ്പുരാൻ ഒരു കാര്യം ചെയ്തു, വേഗത തീരുമാനിക്കുന്നത് ഞാനല്ല, നീ മുമ്പിൽ നടക്ക്, നിന്റെ വേഗതയിൽ ഞാൻ പുറകെ വരാം. ഞാൻ പുറകെ വന്ന് നിൽക്കുന്നത് ഒരു കാവലിന് വേണ്ടിയാണ്. മിസ്രയീമ്യ സൈന്യങ്ങൾ നിങ്ങളോട് അടുക്കാതെ വണ്ണം കാവലിനാണ്. മുൻപോട്ട് പോകുവാൻ പറഞ്ഞവൻ മുൻപോട്ട് നടത്തുവാൻ കണ്ടിന്യൂവസ് സാന്നിധ്യം കൊടുത്തുകൊണ്ടിരുന്നു. മുമ്പിലിരുന്ന മേഘം പുറകോട്ട് മാറി. തുടർന്ന് ദൈവിക വേഗത തീരുമാനിക്കുന്നത് മുമ്പിൽ നടക്കുന്ന ജനമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ കാലുതട്ടി വഴിയിൽ നിന്നാൽ സാന്നിധ്യം വഴിയിൽ നിൽക്കും. എളുപ്പം ചെറുപ്പക്കാർ മുൻപോട്ട് നടന്നാൽ തിരുസാന്നിധ്യം വേഗത്തിൽ നടക്കും. ദൈവത്തിൻ്റെ വന്യ സാന്നിധ്യം നമ്മുടെ വേഗതയ്ക്കൊത്തവണ്ണം പോകുകയാണ്. ഒരളവിൽ സഭ ഇന്ന് ദൈവത്തിൻ്റെ വേഗതയെ വരെ തീരുമാനിക്കുന്നവരല്ലേ. ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്, ദൈവം കൊണ്ടുപോകുകയാണ്. താൻ പറഞ്ഞു, യുദ്ധം എനിക്കുള്ളതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഭയപ്പെടുന്ന ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, യുദ്ധം എനിക്കുള്ളതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രതിസന്ധികൾ വന്നത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. മിസ്രയീമിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇവർ ദൈവവുമായി ഉടമ്പടിയുള്ളവരാണ്. അതിൻ്റെ നന്മ അവർ അനുഭവിച്ചിരുന്നു. അവർ മിസ്രയീമിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വന്നവരാണ്. മിസ്രയീമിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ ആശയം ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ നിന്ന് തൊട്ടതാണ്. ഒന്ന്, അവർക്ക് തൊഴിലിൻ്റെ പ്രശ്നമുണ്ടായി. ഈ പട്ടണത്തിൽ തൊഴിൽ പ്രശ്നമുണ്ട്. മിസ്രയീമിലെ തൊഴിൽ പ്രശ്നം രണ്ട് രീതിയിൽ വരാം. ഒന്ന്, ഫാക്ടറികൾ ഉള്ളവർക്കും നല്ല കമ്പനികൾ നടത്തുന്നവർക്കും ജോലി ചെയ്യാൻ ആളില്ല. അതൊരു ഭയങ്കര തൊഴിൽ പ്രശ്നമാണ്. ആളില്ലെങ്കിൽ പിന്നെ എന്നാ വെച്ച് ചെയ്യാനാ? ഇതിനകത്ത് ഫാക്ടറി ഓണേഴ്സ്, ഇതിനകത്ത് കമ്പനി ഉടമസ്ഥർ, ഇതിനകത്ത് ഓഫീസുകൾ നടത്തുന്നവർ, നിങ്ങൾ തൊഴിൽ പ്രശ്നത്തെ നേരിട്ടെന്ന് വരാം. മിസ്രയീമിൽ തൊഴിൽ പ്രശ്നം ഉണ്ടായത് ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം വരുത്തിയ പ്രശ്നമാണ്. എങ്ങനെയായിരുന്നു അവിടുത്തെ തൊഴിൽ പ്രശ്നം? മറുവശമായിരുന്നു. 6 ലക്ഷം പുരുഷന്മാർ ഒറ്റയടി മിസ്സിങ്, ജോലി സ്ഥലത്തു മാറി. ഇഷ്ടിക ഫാക്ടറികൾ അടച്ചുപൂട്ടി, ജോലി ചെയ്യാൻ ആളില്ല. തൊഴിൽ പ്രശ്നം മിസ്രയീമിൽ വരികയാണ്. 6 ലക്ഷം കുടുംബങ്ങളിലെ സ്ത്രീകൾ വീട്ടുവേലകൾ ചെയ്ത് വന്നവരുണ്ടെങ്കിൽ മിസ്രയീമ്യരുടെ വീടുകളിൽ ജോലി ചെയ്യാൻ സ്ത്രീകളില്ല. എല്ലാം പാട്ടുപാടാൻ പോയിരിക്കുക, എല്ലാം ആരാധിക്കാൻ പോയിരിക്കുക. 3 ദിവസത്തെ വഴി ദൂരം പോയി മരുഭൂമിയിലെ യഹോവയ്ക്ക് ഉത്സവം കഴിക്കേണ്ടതിന് ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. മിസ്രയീമിൽ തൊഴിൽ പ്രശ്നം, മിസ്രയീം ഇളകാൻ തുടങ്ങി. അങ്ങനെ തൊഴിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക പ്രശ്നമുണ്ട്. ജോലി ചെയ്യാൻ ആളില്ലെങ്കിൽ വരുമാനമില്ല, ഇഷ്ടികയില്ല, ആകപ്പാടെ പ്രശ്നമായി അവിടെ സാമ്പത്തിക പ്രശ്നം നടക്കുക. എന്നാൽ ദൈവപൈതലിന് അത് ബാധകമല്ല.
മിലിറ്ററി പ്രശ്നം ഭയങ്കരമാണ്. സൈന്യം യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം ജനം ഇറങ്ങിപ്പോകുകയാണ്. പക്ഷെ യുദ്ധം ചെയ്യാൻ സൈന്യത്തിൽ ആരുമില്ല. അവർ മരിച്ചവരെ കുഴിച്ചിടുകയാണ്. അവരവരുടെ ആദ്യജാതന്മാരെ കുഴിച്ചിടുന്നതിനുപരി സൈന്യത്തിൽ ഇറങ്ങി ജനത്തെ പിടിച്ചുകൊണ്ടുവരുവാൻ, രാജകൽപ്പന അനുസരിച്ച് തക്ക സമയത്ത് പോകുവാൻ പട്ടാളക്കാരൻ പോലും റെഡിയല്ല. ഉള്ളതിന് പരുവന്ന് കിടക്കുക ഒത്തിരി എണ്ണം, തവളെ കൊണ്ട് നടക്കുക കുറേ എണ്ണം. ആകെ പ്രശ്നം മിലിറ്ററിയുടെ പ്രശ്നമായി. പക്ഷെ ദൈവജനത്തിനെ അത് ബാധിക്കുന്നില്ല. മറക്കരുത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, ചിലർ മിസ്രയീമിൽ ആശ്രയിക്കും. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കും. ഒരു പ്രശ്നം ഞങ്ങളെ ബാധിക്കുന്നില്ല. ഞങ്ങളുടെ ആശ്രയം രഥങ്ങളല്ല, രഥങ്ങൾ തകർന്നെന്ന് വരാം. ഞങ്ങളുടെ ആശ്രയം കുതിരകളല്ല, കുതിരകൾ വീണെന്ന് വരാം. ഞങ്ങളുടെ ആശ്രയം യഹോവയായ ദൈവത്തിലാകയാൽ യുദ്ധത്തിൽ ജയവീരനായവൻ ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങളും ജയിച്ചിരിക്കും. ഞങ്ങൾ യുദ്ധത്തിൽ മുൻപോട്ട് പോകുകയാണ്. മതപരമായ പ്രശ്നങ്ങൾ വളരെയാണ് ഇസ്രായേലിൽ. കാര്യം തവളയെ ആരാധിച്ചുകൊണ്ടിരുന്നവരുണ്ട്. തവളയുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇത് ദൈവമാണോ പിശാചാണോ എന്ന് അവർക്ക് അറിയാൻ വയ്യാതെയായി. ഈച്ച അവരുടെ ദൈവങ്ങളിൽ ഒന്നായിരുന്നു. അവയുടെ എണ്ണം വർദ്ധിച്ച് വായിലും മൂക്കിലും ചെവിയിലും കൂടി ഇത് കയറിയതോടെ ഇത് ദൈവമാണോ അല്ലയോ എന്ന് അവർക്ക് അറിയാൻ വയ്യാതെയായി. മിസ്രയീമിൻ്റെ ദൈവമാണോ ഇസ്രായേലിൻ്റെ ദൈവമാണോ വലിയത്? മതപ്രശ്നം അവരെ ബാധിക്കുവാൻ തുടങ്ങി. എല്ലാ ഇനം പ്രശ്നങ്ങളും. ആരോഗ്യം അതിഭയങ്കര പ്രശ്നമാണ്. തവളകൾ ചത്തുകൂടി ഒരിടത്ത് കിടക്കുന്നു, നാറ്റം കൊണ്ട് നാട്ടിൽ നടക്കാൻ വയ്യ. ഈച്ചകൾ ചത്ത് വേറൊരിടത്ത് കിടക്കുന്നു, നാറിയിട്ട് അതുവഴി പോകാൻ വയ്യ. വെള്ളം രക്തമായി മാറിയതിനാൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി നാറുന്നു. നാറുന്ന ദേശം. എല്ലാ പകർച്ചവ്യാധികളും വ്യാപരിക്കുന്നത്. വൈറസ് എപ്പിഡമിക്സ് ഒരു വശത്തും കൂടെ, ബാക്ടീരിയകൾ വേറൊരു വശത്തും കൂടെ. നാറുന്ന ദേശം. പരു വന്നിട്ട് അച്ചാച്ചന്മാർക്ക് ഒരു നിവൃത്തിയുമില്ല, ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. രക്തമായി തീർന്ന വെള്ളം കുടിച്ചതിൻ്റെ വയറ്റിളക്കം പലതിനും നിന്നിട്ടില്ല. ശാരീരികമായ പ്രശ്നങ്ങളാൽ മിസ്രയീം വലയുകയാണ്. മറക്കരുത്, എബ്രായൻ പാർത്ത ഗോശൻ ദേശത്ത് ഇത് ബാധിക്കത്തില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലെ, മിസ്രയീമിനെ ബാധിക്കുന്ന പ്രശ്നം എബ്രായനെ ബാധിക്കയില്ല. മിസ്രയീം പൊടിയുന്നത്, മിസ്രയീം കുലുങ്ങുന്നത്, മിസ്രയീം ഷെയ്ക്ക് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഈ ആശയം ഉപയോഗിച്ച പദം അതാണ്. ദ നേഷൻ മേ ഷെയ്ക്ക്. ഈ രാഷ്ട്രം കുലുങ്ങി എന്ന് വരാം. ഇന്ത്യയല്ല, ഇന്ത്യക്കും ഈ പ്രശ്നമുണ്ട്. എന്നാൽ മിസ്രയീം കുലുങ്ങി എന്ന് വരാം. ഇത് കുലുങ്ങുമ്പോൾ ഭയപ്പെടരുത്. ഗോശനിൽ ഈ പ്രശ്നം കാണുകയില്ല. ദൈവവുമായി ഉടമ്പടി ചെയ്ത ദൈവ പൈതലേ, ഈ നാമം സകല നാമങ്ങൾക്ക് മീതെയുള്ള നാമമാകയാൽ ആ പ്രശ്നം ഇവിടെ ബാധിക്കയില്ല. യേശുവിൻ്റെ നാമം ഈച്ചയുടെ നാമത്തിന് മീതെയാകയാൽ, യേശുവിൻ്റെ നാമം തവളയുടെ നാമത്തിന് മീതെയാകയാൽ, യേശുവിൻ്റെ നാമം പരുക്കളുടെ നാമത്തിന് മീതെയാകയാൽ, യേശുവിൻ്റെ നാമം ആരോഗ്യമെന്ന നാമത്തിന് മീതെയാകയാൽ, യേശുവിൻ്റെ നാമം രോഗമെന്ന നാമത്തിന് മീതെയാകയാൽ, യേശുവിൻ്റെ നാമം സാമ്പത്തിക പ്രതിസന്ധി എന്ന നാമത്തിന് മീതെയാകയാൽ ഇവിടെ തൊടുകയില്ല. മാത്രമല്ല, ഇതര നാമങ്ങൾ യേശുവിൻ്റെ നാമത്തിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കി തോറ്റിരിക്കും. ഹല്ലേലൂയ. സകല നാമത്തിന് മീതെ ഉള്ള നാമം എങ്കിൽ ഈ നാമങ്ങൾ അതിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയേ മതിയാകും. മറ്റിടത്ത് പവർ പ്രശ്നം ഭയങ്കരമാണ്. ഇവിടെ പവർ സപ്ലൈ പോയാൽ നമുക്കും ബുദ്ധിമുട്ടാണ്. തൻ്റെ കൂരിരുട്ട് കൊണ്ട് ഒരുത്തിന് എഴുന്നേക്കാൻ വയ്യ. പവറില്ല, ആഹാരമില്ല. വെട്ടിക്കിളി വന്ന് മുഴുവൻ തിന്നു, മൃഗങ്ങൾ മുഴുവനും ചത്തു. ആഹാരമില്ല, മത്സ്യത്തെ കിട്ടാനില്ല, ഉള്ളത് മുഴുവനും ചത്തു. ഗോശനിൽ പ്രശ്നമില്ല, ഗോശനിൽ ആഹാരമുണ്ട്. ജനത്തിന് വെള്ളമില്ല, ഉണ്ടായിരുന്നത് രക്തമായി മാറി. പ്രശ്നങ്ങളുടെ സമൂഹം ജനത്തിൻ്റെ മേലെ ഇരച്ച് കയറുകയാണ്. എല്ലായിടത്തും അവർ തകരുകയാണ്. ഇതിലെല്ലാം വലുതാണ് സോഷ്യൽ പ്രോബ്ലം. എല്ലാവർക്കും ഡിപ്രഷനാണ്. ഒറ്റ ഒരുത്തും ചിരിക്കത്തില്ല. എല്ലാത്തിനും ഡിപ്രഷനാണ്. നിനക്കെന്നാ പറ്റി? 50 ഏക്കർ സ്ഥലത്തെ കൃഷി മൊത്തം വെളുത്ത് നിൽക്കുന്നു, വെട്ടുകിളി കൊണ്ടുപോയി. നിനക്കെന്നാ പറ്റിടാ? 100 കഴുതയുണ്ടായിരുന്നത് മൊത്തം ചത്തു, കൽമഴ വീണു. നിനക്കെന്നാ പറ്റിടാ? വീട്ടിൽ 2 ആദ്യജാതന്മാരുണ്ടായിരുന്നു, 2ഉം പോയി. കുഴിച്ചിടാൻ സ്ഥലമേ ഇല്ല. മെൻ്റൽ ഡിപ്രഷൻ ജനത്തെ മൊത്തം ബാധിച്ചു. രാജാവിൻ്റെ സേനകന്മാരെ നിങ്ങൾക്കെന്നാ പറ്റി? അവന്മാരെ പിടിച്ചു നിർത്തി ജോലി ചെയ്യിക്കുമെന്ന് കരുതാ പോയി. എല്ലാത്തിനും മെൻ്റൽ ഡിപ്രഷൻ. എബ്രായന് തകർത്ത ഉല്ലാസം. ആ നാമത്തിന് മീതെ വേറൊരു നാമം, സകല നാമത്തിനും മേലെയുള്ള നാമം, സകല നാമങ്ങളും മുഴങ്കാൽ മടക്കുന്ന നാമം. സകല പ്രശ്നത്തിലും ദൈവജനം പരിപാലിക്കപ്പെട്ടു. ഗോശൻ ദേശത്ത് പ്രശ്നം ബാധകമല്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവവേദൽ പറയുമോ, ഗോശൻ ദേശത്ത് എനിക്ക് പ്രശ്നം ബാധകമല്ല. നമ്മുടെ വാഗൊണ്ട് നമ്മൾ പലതും പറഞ്ഞേ തീരൂ. എനിക്ക് പ്രശ്നം ബാധകമല്ല. ചില കാര്യങ്ങൾ നാം ഓർത്തിരിക്കണം. യഹോവയായ ദൈവം പറഞ്ഞു, തേണ്ട എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ പുറകിലോട്ട് വരികയാണ്. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ മിസ്രയീമിനെ കുലുക്കി ദൈവജനത്തെ ഇറക്കിക്കൊണ്ട് വരികയാണ്. ഇറക്കിക്കൊണ്ട് വന്ന ജനം, ഞാൻ പറഞ്ഞു, ഹാഫ് മൈൻഡഡ് പലതുമുണ്ട്. നമ്മുടെ ഇടയിൽ എല്ലാവർക്കും വലിയ വിശ്വാസമൊന്നും ഇല്ല. പിന്നെ നമ്മളൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് പലരും വന്നിരിക്കുന്നു. സ്തോത്രം.
നിങ്ങളുടെ വിശ്വാസം തളർന്നാൽ അടുത്ത പുള്ളിക്ക് പോകും. മിസ്രൈമിൽ കിടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അവസരം വരുമ്പോൾ അവർ ചാടുകയും ചെയ്യും. വരരുതെന്ന് ഞങ്ങൾ പറഞ്ഞതില്ലയോ, വന്നത് വിഷകായില്ലയോ, നിന്നെ എറിയുമെന്നൊക്കെ പറയട്ടെ. പറയട്ടെ, ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വിശ്വാസമുള്ള ചിലതുണ്ട്, അവരാണ് ഈ പിടിച്ചു നിർത്തുന്നത്. അവർ പോലും കുലുങ്ങത്തക്കതുപോലെ മുൻപിലേക്ക് കയറിയിട്ടില്ല. പുറകിൽ നിന്ന് ശത്രു സൈന്യം. തമ്പുരാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കാവൽ തരാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം. മുൻപിൽ നടന്ന മേഘം പിൻപിലേക്ക് വന്നു. പക്ഷേ ഇവർക്കൊരു കാര്യം അറിയാം, ശത്രുവും ഞാനും തമ്മിൽ അടുക്കുന്നില്ല, മിസ്രൈമും ഞാനും തമ്മിൽ അടുക്കുന്നില്ല. ഞങ്ങൾ വേർപാടുള്ളവരാ. ദൈവജനവും ദൈവജനം അല്ലാത്തതും തമ്മിൽ ഒരു വേർപാടുണ്ട്. വാക്കുകളുടെ വേർപാട്, സംസാര ഭാഷയുടെ വേർപാട്. ചീത്ത പറയുന്നവൻ ദൈവസഭയിൽ ഇല്ല. അനാവശ്യമായ പദം ഉപയോഗിക്കുന്നവൻ പാടില്ല. ഉടുപ്പിൽ വേർപാട്, മുടിചീക്കിൽ വേർപാട്, ഷേവിങ്ങിൽ വേർപാട്, മുടി വെട്ടുന്നതിൽ വേർപാട്. എൻ്റെ ജനവും ശത്രുവും തമ്മിൽ ഇടകലർന്നു പോകാതിരിക്കുവാൻ, ഇണയില്ലാപ്പിണ കൂടാതിരിക്കുവാൻ എങ്കിൽ വിവാഹത്തിൽ വേർപാട്, ദൈവികമായ ഒരു വേർപാട് അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ജനം, ശക്തിയിൽ മുന്നേറുന്ന ഒരു ദൈവത്തിൻ്റെ ജനം. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വേഗതയ്ക്കൊത്തവണ്ണം ഞാൻ നടന്ന് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ സാന്നിധ്യം നിർത്തിയാൽ എനിക്ക് ഒരു കാര്യം തെളിയിക്കുവാനുണ്ട്. നിങ്ങൾ ലോകക്കാരല്ല. നിങ്ങൾ മിസ്രൈമിൽ പാർത്തിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ ഗോശനിലാക്കി. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ദേശം തന്നു. ഞാൻ നിങ്ങളെ എവിടെ പരിപാലിച്ചു, ഞാൻ നിങ്ങളെ എവിടെ വളർത്തി. എൻ്റെ ജനത്തെ ഞാൻ ഉദ്ധരിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങൾ സാധാരണക്കാരല്ല. ഇന്ന് ഓർമ്മ നമ്മുടെ അകത്തുണ്ടാകട്ടെ, ഞാൻ സാധാരണക്കാരനല്ല, ഞാനൊരു ദൈവ പൈതലാണ്. എങ്കിൽ ഞാൻ രക്തത്താൽ കവർ ചെയ്യപ്പെടണം. ഒന്ന്, വേർപാടുള്ള ദൈവജനം. രണ്ട്, ഞാൻ രക്തത്താൽ കവർ ചെയ്യപ്പെടണം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതൽ, നഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നവർ തങ്ങളുടെ ജോലികൾ, ബിസിനസ് ചെയ്യുന്നവർ തങ്ങളുടെ ബിസിനസ്സുകൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ദൈവകൃപ യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് കവർ ചെയ്യാം. യേശുവിൻ്റെ രക്തത്തിൻ്റെ കവറിങ്ങിൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. രക്തത്താൽ കവറിങ് വേണമെങ്കിൽ അതിൻ്റെ പിമ്പിൽ ചില വ്യവസ്ഥകളുണ്ട്, മറക്കരുത്. വ്യവസ്ഥയില്ലാത്തൊരു കവറിങ് ദൈവത്തിനില്ല. കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ആബീബ് മാസം 14-ാം തീയതി നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഓരോ ആട്ടിൻകുട്ടി വീതം കുരുളിറക്കപ്പെടണം. ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടിളക്കാൽ രണ്ടിൻ്റെ മേലും കുറുമ്പടി മേലും പുരട്ടണം. പുരട്ടിയാൽ നേരം വെളുക്കുന്നതുവരെ ഒറ്റ ഒരുത്തൻ വീടിൻ്റെ പുറത്തിറങ്ങിയേക്കരുത്. ദൈവത്തിൻ്റെ കവറിങ് നിയമത്തിൻ്റെ പുറകിലാണ്. ദൈവത്തിന് രണ്ടും കൂടെ ഒരുമിച്ച. ചോരത്തലി ആചരിക്കണമോ, 7 ദിവസം വീട്ടിൽ പുളിപ്പ് പാടില്ല. വ്യവസ്ഥയില്ലാത്തവന് രക്തത്തിൻ്റെ കവറിങ് ഇല്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ വിദ്യാഭ്യാസം രക്തത്തിൽ കവർ ചെയ്യപ്പെടട്ടെ. നിങ്ങളുടെ പഠനം രക്തത്തിൽ കവർ ചെയ്യപ്പെടട്ടെ. നമ്മുടെ ആരോഗ്യം രക്തത്തിൽ കവർ ചെയ്യപ്പെടട്ടെ. നമ്മുടെ ജോലികൾ രക്തത്തിൽ കവർ ചെയ്യപ്പെടട്ടെ. നമ്മുടെ ബിസിനസ്സുകൾ രക്തത്തിൽ കവർ ചെയ്യപ്പെടട്ടെ. നമ്മുടെ സകലതും രക്തത്തിൽ കവർ ചെയ്യപ്പെടട്ടെ. നമുക്ക് ദൈവവുമായ ഒരു കവനന്റ് ഉണ്ട്, എ കവനന്റ് റിലേഷൻ. ഒരു ഉടമ്പടിയിൽ നമുക്ക് വരാം. ആ ഉടമ്പടി നിലനിൽക്കേണ്ടതിന് നമുക്കൊരു ദൈവിക വേർപാടുണ്ട്. ദൈവിക കൽപ്പന സൂക്ഷിച്ചേ പറ്റൂ. ഒരിക്കലൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ്, കൺവെൻഷൻ അങ്ങോട്ട് കയറുക. തന്നെ അങ്ങോട്ട് കയറാൻ നേരത്തെ ഒരു അമ്മച്ചി എൻ്റെ എടുക്കുമെന്ന് പറഞ്ഞു, ചേച്ചി, രക്തമുള്ളിടത്ത് സംഹാരകൻ കയറത്തില്ലെന്നാണ് പറയുന്നത്. അതെ, ഞാനും എനിക്കുള്ള സകലതും രക്തത്തിൽ മൂടപ്പെട്ടതാ. പക്ഷെ പോരാട്ടം ഒഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഇല്ല. വീട്ടിൽ കയറാൻ വയ്യ, നാട്ടിൽ കയറാൻ വയ്യ, പിള്ളേര് കണ്ടാൽ കൊല്ലും, ഭർത്താവ് കണ്ടാൽ കൊല്ലും, ഭയങ്കര പ്രശ്നം. പോരാട്ടം ഒഴിഞ്ഞിട്ട് നേരമില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറ്റി എനിക്കൊന്ന് അറിയണം. അമ്മച്ചി കരയുന്നുണ്ട്. എനിക്കെന്നെ അറിയാം. സ്റ്റേജിൽ കയറാൻ സമയം വേണ്ടി ഞാൻ പെട്ടെന്ന് കയറി. അമ്മച്ചി പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ കയറി. സ്റ്റേജിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആ അമ്മച്ചിക്ക് ഉൾപ്പെടെ ഒരു മറുപടി പറഞ്ഞേക്കാൻ. ഈ രക്തം അടയാളമുള്ള വീട്ടിൽ സാത്താൻ കയറുകയില്ലെന്ന് പറയുന്നത് പറഞ്ഞാൽ കേൾക്കുന്നവരുടെ കാര്യമാണ്. പറഞ്ഞാൽ കേൾക്കാതെ അമ്മൂമ്മയ്ക്ക് ഇതിനകത്ത് തന്നെ കാര്യമാണ്. അനുസരിക്കുന്നവരും ദൈവവും കൂടെ ഉടമ്പടിയുള്ളവരുമായുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥ. ഇന്ന് പകൽ പറയാൻ, കർത്താവേ, ഞങ്ങളങ്ങേ അനുസരിക്കും. ഞങ്ങളുടെ ദൈവത്തെ അനുസരിക്കും. അനുസരിക്കാൻ കൊള്ളാവുന്ന ഒരു നാമമായത്. എൻ്റെ നാമത്തേക്കാൾ മീതെയുള്ള നാമം. എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മസിൽ പിടിക്കാനില്ല. എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ അഹങ്കരിക്കാനില്ല. എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതാന്ന് പറയാനില്ല. അങ്ങയുടെ നാമം എൻ്റെ നാമത്തേക്കാൾ വലിയതാണ്. എൻ്റെ മുഴങ്കാൽ അങ്ങയുടെ മുമ്പിൽ ഞാൻ മടക്കും. ഞാൻ അങ്ങയോട് അനുസരണമുള്ളവനായിരിക്കും. ആ രക്തത്തിൽ ഞാൻ കവർ ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം ഏത് സാഹചര്യത്തിലും വഴി തുറക്കും.
സ്തോത്രം. 91 സങ്കീർത്തനം, പകൽ പറക്കുന്ന അസ്ത്രത്തെ നിനക്ക് പേടിക്കാനില്ല, കാര്യം എൻ്റെ ദൈവം പകലിൻ്റെ ദൈവമാ. രാത്രിയിൽ നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിക്കാനില്ല, എൻ്റെ ദൈവം രാത്രിയുടെ ദൈവമാ. ഇരുട്ടിൽ നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് ഇരുട്ടിനെ പേടിക്കാനില്ല. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് നട്ടുച്ചയുടെ വെളിച്ചത്തെ പേടിക്കാനില്ല. എൻ്റെ ദൈവം സാഹചര്യങ്ങളുടെ ദൈവമാ. സകല സാഹചര്യത്തിൻ്റെ മേലും എൻ്റെ ദൈവം ദൈവമാണ്. ഫൈനാൻഷ്യൽ റിസസ് നടക്കുമ്പോൾ എൻ്റെ ദൈവം സാഹചര്യത്തിൻ്റെ മേൽ ദൈവമാണ്. ജോലികൾ കുറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ ദൈവം സാഹചര്യത്തിൻ്റെ മേൽ ദൈവമാണ്. സ്ട്രൈക്കുകൾ ഉയരുമ്പോൾ എൻ്റെ ദൈവം അതിൻ്റെ സാഹചര്യത്തിൻ്റെ മേൽ ദൈവമാണ്. വഴികൾ അടയുമ്പോൾ എൻ്റെ ദൈവം ആ സാഹചര്യത്തിൻ്റെ മേൽ ദൈവമാണ്. പരീക്ഷ വരുമ്പോൾ, ഇവിടെ സ്റ്റുഡൻസ് ഒത്തിരി ഉണ്ട്, എൻ്റെ ദൈവം ആ സാഹചര്യത്തിൻ്റെ മേൽ ദൈവമാണ്. കോളേജ് തുറക്കുമ്പോൾ എൻ്റെ ദൈവം ആ സാഹചര്യത്തിൻ്റെ ദൈവമാണ്. ഫീസ് കൊടുക്കേണ്ടപ്പോൾ എൻ്റെ ദൈവം ആ സാഹചര്യത്തിൻ്റെ ദൈവമാണ്. ശമ്പളം വാങ്ങേണ്ടപ്പോൾ എൻ്റെ ദൈവം ആ സാഹചര്യത്തിൻ്റെ ദൈവമാണ്. സകല സാഹചര്യത്തിലും എൻ്റെ ദൈവം വഴി തുറക്കും. ഹല്ലേലൂയ. ഒരു വഴി അടയുമ്പോൾ പല വഴി തുറക്കുന്ന ദൈവം. ഹല്ലേലൂയ. വഴി അടച്ചിലെന്ന നാമമേ, വഴി അടയ്ക്കുക എന്ന നാമമേ, നിന്റെ മുഴങ്കാൽ മടങ്ങുന്ന മീതെ ഉള്ള ശ്രേഷ്ഠനാമം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോലി പോക്കുന്ന നാമത്തിന്റെ മീതെ ജോലി തരുന്ന ശ്രേഷ്ഠന്റെ നാമം. അങ്ങനെയാണ് ജോലി പോകുക എന്ന നാമം, ഈ വലിയ നാമത്തിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒരുപാട് വൻകിട നാമങ്ങളുണ്ട് കേട്ടോ. ക്യാൻസർ, നിന്നേക്കാൾ വലിയ നാമം യേശുവിൻ്റെ നാമം. എന്നാൽ ക്യാൻസർ മുഴങ്കാൽ മടക്കമടാ. HIV പോസിറ്റീവ്, നിന്നേക്കാൾ വലിയ നാമം യേശുവിൻ്റെ നാമം, എങ്കിൽ നീ മുഴങ്കാൽ മടക്കും. എയ്ഡ്സ് രോഗം, നിന്നേക്കാൾ വലിയ രോഗം നാമം യേശുവിൻ്റെ നാമം, ആകയാൽ നീ മുഴങ്കാൽ നടക്കും. ഹല്ലേലൂയ. TB, നിന്നേക്കാൾ വലിയ നാമം യേശുവിൻ്റെ നാമം, ആകയാൽ നീ മുഴങ്കാൽ മടക്കും. ബ്ലഡ് പ്രഷർ, നിന്നേക്കാൾ വലിയ നാമം യേശുവിൻ്റെ നാമം, ആകയാൽ നീ മുഴങ്കാൽ മടക്കും. വഴി തുറക്കുന്ന ദൈവം, ഏത് സാഹചര്യത്തിലും വഴി തുറക്കുന്ന ദൈവം. ദൈവം വഴി തുറന്നാൽ മറക്കരുതേ, അതൊരു പർപ്പസിന് വേണ്ടിയാണ്. ദൈവം വഴി തുറന്നാൽ ഇറ്റ് ഈസ് പർപ്പസ് ഓറിയൻറ്റഡ്. ഒരു ഉദ്ദേശത്തിനാണ് വഴി തുറക്കുന്നത്. അതുമാത്രം മറക്കരുത്. ദൈവം ഒരാളിനൊരു ജോലി തന്നാൽ അതൊരു ഉദ്ദേശത്തിനാണ്. ദൈവനാമം മഹത്വപ്പെടുവാൻ, ദൈവസഭ അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എല്ലാ ജോലിയുടെയും പുറകിലൊരു ഉദ്ദേശമുണ്ട്. വലിയ ജോലിയും ചെറിയ ജോലിയും ഒന്നുമല്ല. ദൈവം തുറന്ന ജോലി തുറന്നതാ, ദൈവം തുറന്ന വഴി തുറന്നതാ, എല്ലാം നല്ലതാ. മടിയന്മാരാ മറ്റേ പരിപാടി വരുന്നത്. നമ്മുടെ ദൈവം മടിയനിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. കൃപയാൽ ഞാൻ എപ്പോഴും കൂടെ പറയാറുണ്ട്, നേരത്തെ ഉറങ്ങുകയുമില്ല, രാവിലെ എഴുന്നേക്ക് ഉരുണ്ടും തിരിഞ്ഞും കുളിക്കത്ത് പോലുമില്ല. ഇന്ന് നിൽക്കുന്ന സാഹചര്യം വരെ തമ്പുരാൻ അർഹതയില്ലാത്ത എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷെ ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഒരു കാര്യം പണ്ടൊക്കെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ആൾ പറയുന്നത് പ്രയാസമായി. എന്നാലും ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചു. അതും പഠിക്കാൻ സമയമെടുക്കാൻ എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഉള്ള സമയത്തിനൊക്കെ പഠിച്ചതാണ്. അതിനുശേഷം എൻ്റെ സെക്യുലർ ജോലിയും ചെയ്ത് വീടും നോക്കി നാട്ടിൽ അപ്പന് കാശു അയച്ച് ഒറ്റ പ്രാർത്ഥന കളയാതെ പ്രാർത്ഥനയ്ക്കും പോയി പഠിക്കേണ്ടത് പഠിച്ച് സുവിശേഷം പറയേണ്ടതിനോട് അതും പറഞ്ഞ് ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ടോയ്ലറ്റിൽ പോയി 10 മിനിറ്റ് ഇരിക്കണമെന്ന് എനിക്കറിയാം. ആ 10 മിനിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു പുസ്തകം അന്നേരത്തും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അല്ലല്ല 10 മിനിറ്റ് മിയർ വേസ്റ്റേജാണ്. അവിടെ അതിൽ കയറാതെ ഒക്കത്തുമില്ല. ഇന്നുള്ളത് പോലെ ഒരു കംഫർട്ടബിൾ ടോയ്ലറ്റ് എയർഫോഴ്സിൽ അന്ന് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ളത്, അതിനകത്ത് ഇരിക്കുന്ന പ്രയാസമാണ്. എന്നൊക്കെ ഇരുന്നാലും ആ പോകുന്ന 10 മിനിറ്റ് നഷ്ടമാകാതെ ഒരു പുസ്തകം കൂടെ അന്ന് കയ്യിലുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ പറയാറുണ്ട്, പാട്ട് കേൾക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ക്രിസ്തീയ ഗാനങ്ങൾ ഈ ദിവസങ്ങളിൽ CD-യിലും ടേപ്പിലും ഉണ്ട്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ആരെയും ചുമ്മാതെ പോലും ഇതൊക്കെ ടേപ്പൊക്കെ തന്നിരിക്കും. കേൾക്കാൻ ഉപകരണങ്ങളും ഉണ്ട്, നല്ല കാര്യം. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ വീട്ടിലുള്ളപ്പോൾ ഇതിടാൻ പറ്റുകയില്ല. നോ, അതിനേക്കാൾ ഗൗരവമുള്ള പലതും എൻ്റെ മനസ്സിൽ കൂടെ ഓടുക. അന്നേരത്ത് ഇതിനെനിക്കൊക്കത്തില്ല. അത് അങ്ങനെ മനസ്സിൽ ഓടാത്തവരിത് കേൾക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു. കണ്ട സിനിമ പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഇത് കേൾക്കുക. എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ളത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഒരു മെസ്സേജ് ദൈവത്തിങ്കിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ വരണമെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടല്ല, അതെൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നതിനേക്കാൾ താഴെയാ മറ്റേത്. എൻ്റെ സമയം ചൊവ്വ ഉപയോഗിക്കണം. ഗോഡ് ഈസ് എ ഗോഡ് ഹു ഈസ് നെവർ പ്ലീസ്ഡ് ഇൻ ദ ലേസി.
ഒരിക്കലും മടിയനിൽ പ്രസാദിക്കാത്ത ദൈവം പർപ്പസ് ഓറിയന്റഡ് വഴികൾ എൻ്റെ ദൈവജനത്തിന് വേണ്ടി തുറന്നു തരും. മറക്കരുത്, നമുക്കുള്ളത് ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് ദൈവത്തിന് കൊള്ളാവുന്നത് പോലെ ഏറ്റവും യുക്തമായി അതിനെ ഉപയോഗിക്കണം. എൻ്റെ 10 രൂപ ഉണ്ടെങ്കിൽ 5 കൂട്ടം ഉപയോഗങ്ങൾ വരാം. അതിൽ ഏറ്റവും നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ 50 കൂട്ടം കാര്യങ്ങൾ കാണാം. അതിൽ ഏറ്റവും നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. പർപ്പസ് ഓറിയന്റഡ് ആണ് ദൈവം തരുന്നത്. ആ പർപ്പസിന് വേണ്ടി അതിനെ ഉപയോഗിക്കണം. 1, ദൈവനാമം ഉയരുവാൻ. 2, ദൈവം തരുന്ന സകല അനുഗ്രഹവും ദൈവസഭയുടെ നന്മയ്ക്ക്. 3, നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെ നന്മയ്ക്ക്. പറഞ്ഞു, കർത്താവേ, ഞാൻ ലേസിയായി ഇരിക്കയില്ല. ഐ വിൽ നെവർ ബി എ ഫൂൾ. ഞാനൊരു പോഷനായി പോകയില്ല. ഏറ്റവും വൈസായി എൻ്റെ റിസോഴ്സസ് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ ഉപയോഗം ദൈവം എനിക്ക് തരണമേ. ഞാനിത് ദൈവത്തിന് വേണ്ടി ചെയ്തു കൊള്ളാം. കർത്താവ് 1, എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവം എനിക്ക് തരുന്നത്. 2, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം എനിക്ക് തരുന്നത്. 3, ദൈവസഭയുടെ നന്മയ്ക്കാണ് ദൈവം എനിക്ക് തരുന്നത്. 4, എൻ്റെ കൂട്ടു സഹോദരന്റെ നന്മയ്ക്കാ തരുന്നത്. ഇതൊരു മെന്റൽ ആറ്റിറ്റ്യൂഡാണ്. മേക്കപ്പ് യുവർ മൈൻഡ്. ദൈവമേ, ഞാൻ അങ്ങയോട് വിശ്വസ്തത പാലിച്ചോളാം. അങ്ങ് പറയുന്നത് അനുസരിച്ച് ഞാൻ ചെയ്തോളാം. ഞാൻ നടന്നോളാം. ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കും. നല്ലതെന്തെന്ന് ദൈവത്തിനറിയാം. മറക്കരുതേ, 91 സങ്കീർത്തനത്തിൽ ഞാൻ പറഞ്ഞ ഏത് സാഹചര്യത്തിൻ്റെ മേലും ദൈവം. പക്ഷെ അതിൻ്റെ 1-ാമത്തെ വാക്യം ഓർമ്മയുണ്ടോ? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും. തോന്നിയതുപോലെ നടന്നേച്ച് ദൈവകൃപ ചോദിക്കരുത്. തോന്നിയിടത്ത് പാർത്തേച്ച് ദൈവകൃപ ചോദിക്കരുത്. അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ കീഴിലും പാർത്താൽ ദൈവകൃപ ചോദിക്ക്. കർത്താവിൻ്റെ കാവലുണ്ട്. ഏത് സാഹചര്യത്തിലും പുതിയ വഴി തുറക്കും. ദൈവം തുറന്നാൽ തുറന്നതാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ ദാവീദിൻ്റെ താക്കോലുള്ളവൻ. നന്മയുടെ വഴികൾ, ശ്രേഷ്ഠമായ വഴികൾ ദൈവജനത്തിന് വേണ്ടി തുറക്കുവാൻ അതിശ്രേഷ്ഠ വിശ്വാസം, അതിവലിയ ഭക്തി, അതിനേക്കാൾ വലിയ വിശുദ്ധി, വലിയ വേർപാട്, ഹല്ലേലൂയ, നല്ല ശമ്പളം, നല്ല ആരോഗ്യം ദൈവം എനിക്ക് തരുവാൻ ഞാൻ ദൈവവുമായി ഒരു വ്യവസ്ഥ ചെയ്യും. ഇതെല്ലാം ഞാൻ ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കും. ഉടമ്പടിയിൽ അവരവരെ സൂക്ഷിക്കുക. എന്നേക്കും നമുക്ക് ദൈവവുമായി ഒരു ഉടമ്പടിയുണ്ട്. ഉടമ്പടി ഉണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊരു നല്ല മൈൻഡ് സെറ്റ് വേണം. ദൈവത്തിൻ്റെ ഭാഗം തന്നെയല്ല, നമ്മുടെ ഭാഗമുണ്ട്. നല്ലൊരു മൈൻഡ് സെറ്റ്. ഞാൻ ലേസി ആയിട്ടിരിക്കത്തില്ല. ഐ വിൽ ഡു സംതിങ്. ഇല്ല, ഐ വിൽ ബി വൈസ്. ഫൂളിഷായിട്ട് ചെയ്യത്തില്ല. എൻ്റെ സഹോദരന്മാർക്ക് എൻ്റെ നന്മ കൊണ്ട് പ്രയോജനം വരും. കിട്ടുന്നതെല്ലാം ഞാൻ എനിക്ക് വേണ്ടി തന്നെ വെച്ചു കൂട്ടുവെന്നല്ല. നോ, എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് പ്രയോജനപ്പെടും. കർത്താവേ, ഞാനത് ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് ഈ പട്ടണത്തിലെ കീ പൊസിഷൻസ് തരും. പ്രൈസ് ദി ലോർഡ്. രാഷ്ട്രീയ തലത്തിലും തമ്പുരാൻ ഉയർത്താമെന്ന് വാക്കുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും യു വിൽ ബി ഹോൾഡിംഗ് ദ കീ പൊസിഷൻ. കർത്താവേ, എന്നെ ഈ ഓഫീസിൻ്റെ കീ പൊസിഷൻ ഏൽപ്പിച്ചാൽ എൻ്റെ സഭയെന്ന് 2 സഹോദരന്മാരെ ഞാൻ കൂടെ കയറ്റും. ചതിയന്മാരെ കയറ്റല്ലേ. ഐ നെവർ ആസ്ക് യു ടു ബി ഫൂൾസ്. ഒരിക്കലും അത് പാടില്ല. പലപ്പോഴും ഞാൻ തന്നെ പറയാറുണ്ട്, വിശ്വാസികളെ ഒന്നിനും അടുപ്പിക്കരുത്. കാര്യം നമ്മൾ തമ്മിൽ പെശയ്യ പിന്നെ ഇവിടെ എന്നാ ചെയ്യുമെന്ന്. ഡോണ്ട് ബി ഫൂൾസ്, ഡോണ്ട് ബി ഫൂൾസ്. നിശ്ചയമായും നമ്മൾ കൃപ സൂക്ഷിക്കുക, ബുദ്ധിയും സൂക്ഷിക്കുക. പക്ഷേ എനിക്ക് തരുന്ന നന്മ എൻ്റെ കൂട്ടു സഹോദരനും പ്രയോജനപ്പെടും. ഞാനും ദൈവവും കൂടെ അങ്ങനെ നടക്കും. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരിക്കും. ദൈവം എനിക്ക് കീ പൊസിഷനുകൾ തരും. ബിസിനസ് ചെയ്യുന്നവരെ ദൈവം നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ പുത്തൻ സ്ട്രാറ്റജി തരും. സ്തോത്രം. ഞാൻ പറഞ്ഞാൽ ഒത്തിരി പ്രായോഗികമായത്. വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ ദൈവം നിങ്ങൾക്ക് വിശുദ്ധിയുടെ പുത്തൻ ഡോറുകൾ കാണിച്ചു തരും. വേർപാടിന് വേണ്ടി കാംക്ഷിക്കുന്നവരെ സ്വർഗം പറഞ്ഞു തരും. ഇന്നിടത്തൂടെ വേർപാടിൽ വാ. വിശ്വാസം സൂക്ഷിക്കുന്നവരെ വിശ്വാസത്തിൽ ദൈവം ഉറപ്പിക്കും. നിങ്ങളെ കീ പൊസിഷനുകളിൽ, സ്ട്രാറ്റജികളിൽ, വഴികളിൽ ദൈവമാക്കും. അത് ദൈവമാക്കുന്നത് ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി എന്നറിഞ്ഞ് സെറ്റ് യുവർ മൈൻഡ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കും. ലോകം പോകുന്നത് പോലെ ഞാൻ പോകയില്ല. അടുത്തത്, നാം നമ്മുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുകയാണ്. പ്രവചനം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരും. അതിനെ നമ്മൾ അറിയുക. നമ്മെ ദൈവം അത് അറിയിക്കുക. അത് പ്രവചനമാണ്. ഈ വർഷം ഇന്നത് നടക്കും, വരുന്ന വർഷം വേറെ ചിലത് നടക്കും. കർത്താവിനോട് പറഞ്ഞ് ഇന്ന കാര്യം ചെയ്യുക, അത് സംഭവിക്കും. ദൈവം നമുക്ക് പലതും പറഞ്ഞു തരും, അറിയാത്ത കാര്യം. അത് പ്രവചനത്തിൻ്റെ 1-ാം അർത്ഥമാണ്. 2-ാമത്തെ അർത്ഥം, സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മനിറവിൽ നമ്മുടെ വാഗൊണ്ട് പറയണം. അതും പ്രവചനമാണ്. 2-ാമത്തെ അർത്ഥം, സംഭവിക്കേണ്ട കാര്യങ്ങൾ, ഇന്നയാൾ ജയിക്കട്ടെ, ഇന്ന വ്യക്തിയുടെ രോഗം മാറട്ടെ, ഇന്ന കാര്യം സംഭവിക്കട്ടെ. സംഭവിക്കേണ്ട, ദൈവഹിതപ്രകാരം സംഭവിക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ്
അത് സംഭവിക്കുവാൻ ആവശ്യപ്പെടുന്നതിനെ പ്രവചനമെന്ന് വിളിക്കും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം തന്നെ പ്രവചിക്കണം. എൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു ദിവസം ദൈവം ഒരു പ്രവാചകനെ വിളിച്ചൊരു താഴ്വരയിൽ കൊണ്ട് നിർത്തി, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര, എസെക്കിയേലിൻ്റെ അസ്ഥി താഴ്വര കൊണ്ട് നിർത്തിയേച്ച് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയാൻ വയ്യ, എന്നാൽ പ്രവചിച്ചോ ജീവിക്കും. ജീവിക്കുമെന്നത് പ്രവചനത്തിൻ്റെ ഒന്നാം ഭാഗം, ദൈവമേൽപ്പിച്ച വെളിപ്പാട്. അസാധ്യങ്ങൾ സംഭവിക്കുവാൻ, ഇതുവരെ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുവാൻ ദൈവമേൽപ്പിച്ച വെളിപ്പാട്. 2, പക്ഷേ അത് ജീവിക്കണമെങ്കിൽ നീ അവയോട് പ്രവചിക്കേ. അസ്ഥികളെ ജീവിക്കുക. ആ 2ാം ഭാഗം നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം പ്രവചിക്കുക. ഞാൻ എന്തിനാണ് ഇന്ന് ദൂത് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഒരു ഫൈനാൻഷ്യൽ റിസസ് ഈ പട്ടണത്തിൽ വരിക, ഒത്തിരി പേരുടെ ജോലി പോകാൻ പോകുക, ഈ പട്ടണത്തിൻ്റെ സമാധാനം ഒരളവിൽ ഷെയ്ക്ക് ചെയ്യപ്പെടാൻ പോകുക, കലാപങ്ങൾ, വിപ്ലവങ്ങൾ ഇവിടെ ഉയരാൻ പോകുക. അതിൻ്റെ നടുവിൽ രാഷ്ട്രം ഇളകി മറിയുമ്പോൾ ദൈവജനത്തെ ഉറപ്പിക്കുന്ന ദൈവം സഭയെ പണിയേണ്ടതിനു വേണ്ടി, ഇറ്റ്സ് എ പാരഡോക്സിറ്റി. ഈ നമ്മുടെ സഭയെ പണിയേണ്ടതിന് വേണ്ടി, നമ്മെ പണിയേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുക. പ്രായോഗികമായി ഞാൻ എന്തൊക്കെ ചെയ്യണം? ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. 1, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കൂ, അതിനകത്ത് ശരണപ്പെടുക, ദൈവവുമായുള്ള കവനന്റ് സൂക്ഷിക്കുക. കവനന്റ് സൂക്ഷിക്കുന്നതിന് പണ്ട് പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. ഒരു ആട്ടിടയൻ പണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പേ 500 ആടുണ്ടായിരുന്നെന്ന് ഇരിക്കട്ടെ പോലും, ഞാൻ ആ നമ്പരൊന്നും ഓർക്കുന്നില്ല. കുറേ ആടുണ്ടായിരുന്ന ഒരാട്ടിടയൻ കല്യാണമൊക്കെ കഴിച്ചു. അദ്ദേഹത്തിന് ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്ന സമയമായി. അപ്പോൾ ഭാര്യ ഒരു കുഞ്ഞിന് ജനനം കൊടുക്കുക. അന്ന് ആശുപത്രിയില്ല, പണ്ടായിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ തന്നെ ഒരു മുറിയിൽ, അവിടെ ഞരക്കവും കരച്ചിലും പ്രായമുള്ള സ്ത്രീകൾ ശുശ്രൂഷിക്കുന്നതും പറയുന്ന ശബ്ദമൊക്കെ ഇയാൾക്ക് ഇങ്ങേ മുറിയിലിരുന്ന് കേൾക്കാം. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, പ്രായമുള്ളൊരു സ്ത്രീ പറഞ്ഞു, ഈ കുഞ്ഞിനെ കിട്ടുന്ന ലക്ഷണമില്ല, കുഞ്ഞ് പോക്കാം. ഉടനെ ഇയാൾ ഇപ്പുറത്തെ മുറിയിലിരുന്നുകൊണ്ട് ഭാര്യയ്ക്കും ആ സ്ത്രീകൾക്കും കേൾക്കത്തൊക്കെ ഉറക്കെ പറഞ്ഞു, ആ കുഞ്ഞ് മരിക്കാതെ, അമ്മയ്ക്കും കുഞ്ഞിനും കേടില്ലാതെ, 2 പേരും ആരോഗ്യത്തോടെ വന്നാൽ 100 ആടിനെ ഇന്ന ദൈവത്തിന് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കേട്ടു. ശകലം കഴിഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് പറഞ്ഞു, പക്ഷെങ്കിൽ അടുത്ത 10 മിനിറ്റിനകം കുഞ്ഞ് മരിച്ചിരിക്കും, കുഞ്ഞങ്ങ് മരിക്കാറായി. ഇയാൾ ഉടനെ വിളിച്ചു പറഞ്ഞു, 200 ആടിനെ കൊടുത്തിരിക്കും. ശകലം കൂടെ കഴിഞ്ഞപ്പോൾ ഇനി ഒരാൾ വിളിച്ചു പറഞ്ഞു, തീർന്നെന്നാണ് തോന്നുന്നത്. ഇയാൾ ഉടനെ പറഞ്ഞു, 400 ആടിനെ കൊടുത്തിരിക്കും. ഇത്രയുമായ ഉടനെ അയാളുടെ ഭാര്യ അവർ വേദനപ്പെടുക. പക്ഷേ ആ സ്ത്രീ പറഞ്ഞു, എടോ മനുഷ്യ, കൊച്ചങ്ങ് ചത്തുപോകും, അത് പോകുന്ന ലക്ഷണമാണ്. പക്ഷെ ഞാനും നീയും ശേഷിക്കും, നമുക്ക് വല്ലതും കഴിക്കണ്ടേ? അപ്പം 400 ആട് പോയി 500-ൽ നിന്ന്, ഇനിയൊന്നും പറയല്ലേ, അല്ലേ നമ്മൾ രണ്ടും പട്ടിണി, നമ്മളും ചത്തുപോകും. അപ്പോൾ ഇയാൾ പറഞ്ഞെന്നാ പറയുന്നേ, മിണ്ടായിരിക്കടി, പുള്ള പിറക്കട്ടടി, ആട് പോയിട്ട് പൂട ഞാൻ കാണിക്കുകയില്ല. പിന്നെ ആട് പോയിട്ടൊരു പൂട ഞാൻ കാണിക്കുകയില്ല, ചുമ്മാതാ, കുഞ്ഞ് ജനിക്കട്ടെ, അതിനുവേണ്ടി ഞാൻ നേരുക. ദാറ്റ്സ് ഇറ്റ്. നേരുകയും നിവർത്തിക്കുകയും വേണം. ദൈവവുമായി ഉടമ്പടി ചെയ്തവർ വിൽ യു ക്രോസ് ചെക്ക്? ഞാൻ ആ ഉടമ്പടിയിൽ നിലനിൽക്കുന്നുണ്ടോ, അതോ ഞാനതിൽ വീണുപോയോ? ക്രോസ് ചെക്ക്. കാലത്തിൻ്റെ പോക്കിൽ, സാഹചര്യങ്ങളുടെ മാറ്റത്തിൽ, സംസ്കാരത്തിൻ്റെ പുതുമയിൽ കൾച്ചറുകൾ രൂപീകരിക്കപ്പെടുമ്പോൾ, തലമുറകൾ മാറുമ്പോൾ, വർഷങ്ങൾ മാറുമ്പോൾ, നിങ്ങളുടെ കയ്യിലെ കാശ് വർദ്ധിക്കുമ്പോൾ, ആരോഗ്യം പെരുകുമ്പോൾ, സാഹചര്യങ്ങൾ മറിഞ്ഞു തിരിയുമ്പോൾ ഉടമ്പടിയിൽ നിൽക്കുന്നോ? തങ്ങളെ തന്നെ ശോധന ചെയ്യാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. ഉടമ്പടിയിൽ മടങ്ങി വരിക. ഉടമ്പടികൾ ദൈവവുമായി എടുക്കുക, ഉടമ്പടിയിൽ മടങ്ങി വരിക, ഭാവിയെക്കുറിച്ച് പ്രവചിക്കുക. ഞാൻ വളർന്നിരിക്കും. സ്തോത്രം. ഞാൻ പ്രായോഗികമായി 1-2 കാര്യങ്ങൾ പറയാം. ബാങ്കിൽ ഡിപ്പോസിറ്റുകൾ ഉള്ളവർ, അക്കൗണ്ട് ഉള്ളവർ, നിങ്ങളുടെ പാസ്ബുക്ക് കയ്യിലെടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്ത് അതിനെ നോക്കിക്കൊണ്ട് പ്രവചിക്ക്, ഇത് വർദ്ധിക്കാൻ പോകാം. ഈ നാട്ടിൽ പ്രശ്നം നടക്കുമ്പോൾ ദൈവസഭയുടെ അനുഗ്രഹത്തിനായി ഇത് വർദ്ധിക്കാൻ പോകുകയാണ്. ഫാക്ടറികൾ നടത്തുന്നവർ, നിങ്ങളുടെ ഈ മാസത്തെ വരുമാനം എടുത്തു വെച്ച്, ലാഭം എടുത്തു വെച്ച്, നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് കയ്യിലെടുത്ത് പ്രവചിക്ക്, ഇത് വർദ്ധിക്കാൻ പോകുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കയ്യിലെടുത്ത് പ്രവചിക്ക്, എൻ്റെ മാർക്ക് വർദ്ധിക്കാൻ പോകുകയാണ്. പ്രാക്ടിക്കൽ ചെയ്യുന്നവരെ, നിങ്ങളുടെ മാർക്ക് എടുത്ത് ഓർത്തുകൊണ്ട് പറ, ഇത് വർദ്ധിക്കാൻ പോകുകയാണ്. പ്രയാസമുള്ള ഭാഗങ്ങൾ ഓർത്തുകൊണ്ട് പറ, ഇത് നന്നാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. വടക്കേ തരിക, തെക്കേ തടുത്തു വയ്ക്കരുത്. കിഴക്ക് നിന്ന് വരാം, പടിഞ്ഞാറ് നിന്ന് വരാം. എന്തിന്? എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ, സകല നാമത്തിനും മീതെ നാമമുള്ള ആ നാമം ഉയരുവാൻ.
മെഡിക്കൽ ചെക്കപ്പിന് പോകുന്നവരെ മെഡിക്കൽ റിപ്പോർട്ട് കയ്യിലെടുക്ക്. പറ, എൻ്റെ ആരോഗ്യം വർദ്ധിക്കാൻ പോകുകയാണ്, എൻ്റെ ബലം വർദ്ധിക്കാൻ പോകുകയാണ്, എൻ്റെ ഷുഗർ നോർമലൈസ് ചെയ്യാൻ പോകുകയാ, എൻ്റെ പ്രഷർ നോർമലൈസ് ചെയ്യാൻ പോകുകയാ. കമോൺ, പ്രവചിക്ക, അവയോട് പ്രവചിക്ക. ഞാൻ തമാശ പറയല്ല, ഞാൻ പൊട്ടത്തരം പറയല്ല. ലോകത്തിന് ഭോഷത്വമായത് എൻ്റെ ദൈവത്തിന് മാന്യതയാണ്. ഒരു പ്രവാചകൻ നിൽക്കുന്നു, അസ്ഥി താഴ്വരയുടെ നടുവിലാണ്. അവൻ നിന്ന് പറയുകയാണ്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കാ, നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. അലറുന്ന ചെങ്കടലേ പിളർന്നു മാറുക, ജനം കടന്നു പോകട്ടെ. യെരിഹോവിന്റെ വൻകോട്ടെ പൊളിഞ്ഞു വീഴുക. എന്നാ പിന്നാണോ പാസ്ബുക്ക് എടുക്കാൻ പ്രയാസം? വർദ്ധിച്ചു വാ, വടക്ക് നിന്നും ദൈവകൃപ വരട്ടെ. ആരോഗ്യത്തോട് പറ, വർദ്ധിച്ചു വരിക. വളർന്നു നിൽക്കുന്ന സകലതും എൻ്റെ മുമ്പിൽ ചെറുതായി മാറും. ഞാൻ ദൈവത്തിനുള്ളവനാകയാൽ ദൈവം അതെനിക്ക് വേണ്ടി ചെയ്യും. എപ്പോൾ വരെ? സംഭവിക്കുന്നത് വരെ പ്രവചിക്കേ. പ്രവാചകൻ പ്രവചനം തുടങ്ങി. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പമുണ്ടാകുന്നത് വരെ പ്രവചിക്കുന്നവർക്കായി സ്തോത്രം. ഒറ്റ പറച്ചിൽ നിർത്തിയില്ല, 2 മണിക്കൂർ കൊണ്ട് നിർത്തിയില്ല. എന്ന് ഭൂകമ്പമുണ്ടാകും അന്ന് വരെ വഴി തുറക്ക് എന്ന് വരെ പറയും. തുറക്കുന്നത് വരെ മാർക്ക് വർദ്ധിക്ക് എന്ന് വരെ പറയും. മാർക്ക് വർദ്ധിക്കുന്നത് വരെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരോഗ്യത്തോട് പ്രവചിക്കാൻ പോകുകയാ. എൻ്റെ ആരോഗ്യത്തോട് ഞാൻ പ്രവചിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. രോഗങ്ങളോട് പറയാൻ പോകുക, കീഴടങ്ങാൻ. നിന്റെയൊക്കെ നാമത്തിന് മീതെ നാമമാണ് എൻ്റെ യേശുവിൻ്റെ നാമം. കടഭാരങ്ങളോട് പറ, ശത്രുത്വങ്ങളോട് പറ, ശത്രുവിനോട് പറ, ചുറ്റുവട്ടങ്ങളോട് പറ, പ്രതികൂലങ്ങളോട് പറ, നിന്റെ നാമത്തെക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ നാമം വലിയത്. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം എന്ന് ഓർപ്പിച്ചോട്ടെ. യുദ്ധം യഹോവയ്ക്കുള്ളതില്ലയോ? അന്ന് പിന്നെ നമ്മളെന്തിനാ സർവായുധവർഗം ധരിക്കുന്നത്? ധരിച്ചേ പറ്റൂ. യുദ്ധം യഹോവയ്ക്കുള്ളതായതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങാനല്ല. നോ, ഞാൻ സർവായുധവർഗം ധരിക്കും. ഈ സർവായുധവർഗത്തെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം തൊട്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം? എൻ്റെ പ്രധാന വിഷയത്തിൽ ഒന്നതാ. ഈ ആയുധങ്ങളിൽ മിക്കതും, അങ്ങനെ ഞാൻ അങ്ങോട്ട് എടുത്തു പറഞ്ഞിട്ടില്ല, അല്ലേ, പൊതുവെ എല്ലാം തന്നെ ഡിഫെൻസീവ് വെപ്പൺസാണ്. തലയിൽ ഒരു ശിരസ്ത്രമുണ്ട്. ഞാൻ ശിരസ്ത്രം ഇട്ടുകൊണ്ടിരുന്നതുകൊണ്ട് ശത്രുവിന് ഒരു ദോഷവുമില്ല. എനിക്ക് വെട്ട് കിട്ടാതിരിക്കാനാണ് തലയിൽ, തല പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. എനിക്കൊരു ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. എൻ്റെ കാലിന് ചെരുപ്പ. വിശ്വാസമെന്ന പരിചയം എനിക്കുണ്ട്. എൻ്റെ അരയ്ക്കൊരു ബെൽറ്റുണ്ട്. ഇതൊന്നും കൊണ്ട് ശത്രുവിന് ഒരു ദോഷവും ഇല്ല. ഞാൻ ബെൽറ്റ് കിട്ടിയാൽ നേരെ നടക്കാം. എൻ്റെ കാലിൽ ചെരുപ്പിട്ടാൽ എനിക്ക് മുള്ളു കൊള്ളാതിരിക്കാം. എൻ്റെ മുൻപിൽ പരിചയ പിടിച്ചാൽ ശത്രുവിൻ്റെ അമ്പനി കേൾക്കാതിരിക്കാം. ശത്രുവിന് ഇതുകൊണ്ട് ഒരു കേടുമില്ല. എൻ്റെ നന്മയാണ്. ഈ ആയുധങ്ങളിൽ മിക്കതും ഡിഫെൻസീവാണ്. ഒടുവിൽ ഒരെണ്ണമുണ്ട് ഒഫൻസീവ്, ദൈവവചനം എന്ന വാൾ. അത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല, നിന്റെ കഴുത്തേൽ വെക്കാനാ. അതുമാത്രം ഒഫൻസീവാ. ഇറ്റ്സ് നോട്ട് ഡിഫെൻസീവ്, ഒഫൻസീവാ. അങ്ങോട്ട് ആക്രമിക്കാനാ. ദൈവവചനൻ്റെ വായിൽ ആ വചനം വേണം. വചനമെന്ന വാൾ, ആത്മാവിൻ്റെ വാൾ. വചനമെന്ന ആത്മാവിൻ്റെ വാൾ എന്ന് പറയുമ്പോൾ എഗെയിൻ 2 അർത്ഥമുണ്ട്. ഒന്ന് തിരുവചനമാണ്. ഇതിനകത്തൊന്ന് ബൈഹാർട്ട് ചെയ്ത ഭാഗങ്ങൾ, ഇതിനകത്തുനിന്ന് നമുക്കറിയാവുന്ന ഭാഗങ്ങൾ, ഇതിനകത്തുനിന്ന് വായിക്കുന്ന ഭാഗങ്ങൾ, അതാ വചനമെന്ന വാൾ. ഒന്നുകൂടുണ്ട് കേട്ടോ. ദൈവം നിങ്ങളുടെ വായി തരുന്ന ദൈവവചനം, നിങ്ങളുടെ പ്രവചനവാചകങ്ങൾ. ആ വാളെടുത്തേ പറ്റുള്ളൂ. ആ വാളില്ലാതൊന്നും ആരും ജയിക്കാൻ പോകുന്നില്ല. നമ്മുടെ പ്രവചനവാചകങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പം കൊണ്ട്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ഉപജീവനം കഴിക്കേണ്ടതാകുന്നു. അവിടെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും എന്ന പദത്തിന് എവറി വേർഡ് ദാറ്റ് പ്രൊസീഡത്ത് ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് തുടരുമാനമായി വന്നുകൊണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ വായിൽ നിന്ന് തുടരുമാനമായി വന്നുകൊണ്ടിരിക്കുന്ന ആ വാക്കുകളെയാണ് യേശു പറഞ്ഞത്. അതാ നിങ്ങൾ ഇന്ന് ഉയർത്തുവാൻ പോകുന്ന പ്രവചന പദങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തോട് പ്രവചിക്കുവാൻ ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ഇറ്റ് ഷാർപ്പ്. അത് ഇരുവായ്ത്തലയുള്ളതാ. അത് ദൈവത്തിൻ്റെ വചനമാ. അത് ദൈവം നമ്മോട് ഇടപെട്ടതാ. അതില്ലാതെ ശത്രുവിനെ ജയിക്കാൻ ഒക്കത്തില്ല. ആകയാൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തോട് പ്രവചിക്കുകയും ശത്രുവിനോട് കീഴടങ്ങുവാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അത് സൃഷ്ടിക്കുന്ന വചനമാണ്. ദൈവം സൃഷ്ടി ചെയ്തത് എങ്ങനെയാണ്? തൻ്റെ വചനത്താലാണ്, അല്ലേ? തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ചവൻ. സൂക്ഷിക്കുന്നതോ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും സൂക്ഷിക്കുന്നവൻ. ആ വചനമാണ് ഇന്ന് നമ്മൾ ഉച്ചരിക്കാൻ പോകുന്നത്. ദൈവം സൃഷ്ടിച്ചതിൻ്റെ പുറമെ കമോൺ റീക്രിയേറ്റ് സിറ്റുവേഷൻ. പ്രൈസ് ദി ലോർഡ്.
കമോൺ, റീക്രിയേറ്റ്. നിങ്ങളിൽ ദൈവം ശക്തി തന്നിട്ടുണ്ട്. റീക്രിയേറ്റ്. നമ്മിൽ ദൈവം ശക്തി ഏൽപ്പിച്ചിട്ടുണ്ട്. വചനമെന്ന ആത്മാവിൻ്റെ വാൾ. ഈ ഏരിയ വളർന്നു വരാം. ഈ സ്ഥലം ദൈവത്തിന് വിശുദ്ധമാകാം. ഈ സഭ വിസ്താരത്തിലാകാം. എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടാം. എൻ്റെ ഭക്തി വളർന്നു വരാം. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു വരാം. കമോൺ, റീക്രിയേറ്റ്. ഞാൻ വിശുദ്ധിയിൽ ഉയർന്നിരിക്കും. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പ്രവചിക്കാൻ പോകുകയാണ്. കാരണം ആ നാമത്തിൻ്റെ മീതെ എൻ്റെ യേശുവിൻ്റെ നാമം വലിയതാ ആണല്ലോ. എങ്കിൽ ഞാൻ ചില നാമങ്ങൾ പറയാൻ പോവാം. എവിടൊക്കെയുള്ള നാമങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യുന്നത്? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങും. സ്വർലോകത്തിലെ നാമം ഒരു പക്ഷേ മീഖായേൽ ഇങ്ങ് വന്നെന്നിരിക്കട്ടെ. ചുമ്മാ പുള്ളി വരത്തൊന്നുമില്ല നമുക്കെതിരെ, നമുക്ക് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. അനാവശ്യം കാണിച്ച പുള്ളി എതിർക്കും. അത് പുള്ളി ചെയ്യത്തില്ല. ഹെബ്രിയേൽ ഏതെങ്കിലും ഒന്ന്. ഈ ചില വിശ്വാസികളൊക്കെ പോയി മറ്റേ വിശ്വാസി തൊലയണേ എന്ന് പ്രാർത്ഥിക്കും. അവൻ്റെ വീട്ടിലെ മീറ്റിംഗ് നശിക്കണം, അവൻ്റെ ചർച്ച് പൂട്ടണം, ഇങ്ങനെയൊക്കെ പലതും പ്രാർത്ഥിക്കും. അവരുടെ അഭിപ്രായം ദൈവം ഇത് കേൾക്കുമെന്ന. ഇല്ല, ദൈവം കേൾക്കത്തില്ല. ഇനി കഷ്ടകാലത്തിനൊരു പൊട്ടൻ ദൂതൻ അങ്ങ് കേട്ടെന്നിരിക്കട്ടെ, ചെയ്യത്തില്ല. ഇതൊരു വിരോധാഭാസമാണ്. എടാകുവേ ദൂതനെ, നിൻ്റെ മുഴങ്ങാൽ മടങ്ങാൻ പോവാ. കാര്യം സ്വർലോകരുടെ മുഴങ്ങാലെല്ലാം മടങ്ങും. ഈ ഭൂമിയിൽ നിങ്ങളുടെ വട്ടത്തിൽ നിങ്ങളെ എതിർക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ടല്ലേ. അയത്തെ വീട്ടിൽ നിന്ന്, ഇങ്ങ വീട്ടിൽ നിന്ന്, മറ്റേ വീട്ടിൽ നിന്ന്, വെള്ളം പിടിക്കാൻ ചെല്ലുന്നിടത്ത്, തീ കത്തിക്കാൻ ചെല്ലുന്നിടത്ത്, വഴിയിലോട്ട് ഇറങ്ങുന്നിടത്ത്, കാറ് പാർക്ക് ചെയ്യുന്നിടത്ത്, സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നിടത്ത് ഒക്കെ ശല്യമാണ്. ഇവന്മാരുടെ മൊത്തം മുഴങ്കാൽ, ഈ ഭൂലോകത്തിലുള്ള മുഴങ്കാലുകൾ. ഇതിനകത്ത് വേറെ കുറേ ശക്തന്മാരുണ്ട്, ഞാൻ അവരുടെയും പേര് പറയും. അടുത്തത് അധോലോകരുടെ മുഴങ്കാൽ. ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, നേർച്ചാ ശക്തികൾ, അധോലോകരുടെ മുഴങ്കാൽ, സകലതും മടങ്ങും. ഈ ഭൂമിയിലുള്ള കുറേ പേരുടെ കൂടെ പേര് ഞാൻ പറയാൻ പോവാം. മുമ്പേ ഞാൻ പറഞ്ഞു ക്യാൻസർ ശക്തിയുള്ള ഒരു പേരാ. എടാ കൂവേ, ഈ നാമത്തേക്കാൾ മേലിലടാ യേശുവിൻ്റെ നാമം. നിന്റെ മുഴങ്കാൽ മടങ്ങും. TB നിന്റെ നാമത്തേക്കാൾ മേലിലടാ യേശുവിൻ്റെ നാമം, നിന്റെ മുഴങ്കാൽ മടങ്ങും. കടഭാരം നിന്റെ നാമത്തേക്കാൾ മേളിലടാ യേശുവിൻ്റെ നാമം. പരാജയം അതിനേക്കാൾ മുകളിലടാ യേശുവിൻ്റെ നാമം. അശുദ്ധി അതിനേക്കാൾ വലിയതാ യേശുവിൻ്റെ നാമം. ഇന്ന് പകൽ ഞാൻ ചില നാമങ്ങൾ പറയുക, ബാക്കി നിങ്ങളൊന്ന് ഓർത്തു. ഇന്ന് പകൽ നിങ്ങളെ ടോർമെന്റ് ചെയ്യുന്ന, ഇന്ന് പകൽ നമ്മിൽ ഓരോരുത്തരെ ഉപദ്രവിക്കുന്ന ചില നാമങ്ങൾ ഈ ഭൂമിയിലുള്ള ഓർത്തു. വഴക്ക്, ശല്യം, ശത്രുത്വം, എതിർപ്പ്, പീഡ, നിന്ന, ഹല്ലേലൂയ. ഈ നാമങ്ങളെക്കാൾ യേശുവിൻ്റെ നാമം മീതെ ഉള്ള നാമമാകയാൽ ഈ നാമങ്ങൾ യേശുവിൻ്റെ നാമത്തിന്റെ മുമ്പിൽ മുഴങ്ങ മടക്കിയിരിക്കും. തൊഴിലില്ലായ്മ, ജോലിയുടെ അസ്ഥിരത, ശമ്പളക്കുറവ്, പ്രമോഷൻ അസാധ്യമാകുന്നത്, റീസൺ ഓർമ്മക്കുറവ്. എനിക്ക് ഓർമ്മ ഒത്തിരി കുറവുണ്ട്. എൻ്റെ ഓർമ്മക്കുറവ് ഇവിടുത്തെ സ്ട്രോങ് പേരാ. ഇതിനകത്തിരിക്കുന്ന പലർക്കും ഉണ്ട് ഈ പ്രശ്നം. ഈ നാമങ്ങൾക്ക് മീതെ യേശുവിൻ്റെ നാമം വലുതാകയാൽ ഹല്ലേലൂയ, ഈ നാമങ്ങൾ മുഴങ്കാൽ മടക്കും. 1000 പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യങ്ങളാ. പക്ഷെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് അതിനൊരു പുതിയ അർത്ഥം തന്നു. ഈ നാമങ്ങളെക്കാൾ യേശുവിൻ്റെ നാമം വലുതാകയാൽ ഈ നാമങ്ങൾ മുഴങ്കാൽ മടക്കട്ടെ. ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ എതിർത്ത് പല്ലിളിച്ച് കാണിക്കുന്ന ചില സ്ട്രോങ് ഹോൾഡ്സ്, ചില നാമങ്ങൾ ഇന്ന് ദൈവസന്നിധിയിലോട്ടൊന്ന് ഉച്ചരിച്ചു. അവരവർ 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 ദൈവമായിട്ടൊരു ഉടമ്പടി മറക്കരുത്. ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ നിലനിൽക്കുക. രക്തത്തിൽ നിങ്ങളെ കവർ ചെയ്യുക. വേർപാട് ആചരിക്കുക. നിങ്ങൾ ലോകക്കാരല്ല. നിങ്ങളെയും ശത്രുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ദൈവിക സാന്നിധ്യം ഇടയിലുണ്ട്. ആ കവനന്റിൽ തുടരുക. നഷ്ടപ്പെട്ട തീരുമാനങ്ങളിൽ മടങ്ങി വരിക. പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഭക്തികോളത്തിൽ മുന്നേറുക. മൈൻഡ് സെറ്റ് നേരെയാക്കുക. സാഹചര്യങ്ങൾ ഇളകുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയാൻ പോകുകയാണ്, അങ്ങയുടെ നാമം ഈ നാമങ്ങളെക്കാൾ വലിയതാകയാൽ, അങ്ങയുടെ നാമം ഈ നാമങ്ങളെക്കാൾ ശ്രേഷ്ഠമാകയാൽ, അങ്ങയുടെ നാമത്തിന്റെ മുമ്പിൽ ഈ നാമങ്ങൾ മുഴങ്കാൽ മടക്കുന്നതാകയാൽ ഇന്ന് പകൽ യേശുവിന്റെ നാമം ഇവയ്ക്ക് മീതെ ഉയർന്നിരിക്കും. വടക്കിനോടും തെക്കിനോടും തരാൻ പറയണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാ കണ്ണുകളും ദയവായി അടച്ചാലും കർത്താവേ, ഇന്ന് അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഇവർക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന അനേകം നാമങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, ആ വലിയ നാമത്തിന്റെ കീഴിലാക്കുകയാണ്. യേശുവിൻ നാമത്തിൽ വ്യത്യസ്ത രോഗനാമങ്ങളെ ഇപ്പോൾ മുട്ടുമടക്കുക. ആരോഗ്യ പ്രശ്നങ്ങളെ ഇപ്പോൾ മുട്ടുമടക്കുക. മുട്ടുമടക്ക്,
കീഴടങ്ങ്. ഓ റിസിയാര, ശത്രുത്വമേ, ഭിന്നതയേ, വ്യാജ പ്രസ്താവനകളെ മുട്ടുമടക്ക്. നിങ്ങൾക്ക് മീതെ യേശുവിന്റെ നാമം വലിയത്. ഈ ജനം വിടുവിക്കപ്പെടട്ടെ കർത്താവേ. രക്തത്തിന്റെ കാവൽ ഇവർക്ക് ഇരിക്കട്ടെ. യുദ്ധം യഹോവയ്ക്കുള്ളത്. വചനമെന്ന വാൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. അത് ശത്രുവിനെ വെട്ടി വീഴ്ത്തുന്നതാകയാൽ, വെട്ടി വീഴ്ത്തിയതാകയാൽ ജനത്തിന് മേൽ നിങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ജനം വാഴ്ത്തപ്പെട്ടത്, അനുഗ്രഹിക്കപ്പെട്ടത്. തവ മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.